ഒപ്പം അതിഥികളായി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ CPM പ്രതിനിധി, ഒപ്പം കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി BJP പ്രതിനിധിയായി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനും ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം താങ്കൾ കണ്ടുവല്ലോ. കേരള സർക്കാരും കേന്ദ്ര സർക്കാർ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് 4 മാസമായിട്ടും ധനസഹായം പ്രഖ്യാപിച്ചില്ല എന്നതിൽ സമരപാതയിലാണ്. ഇനി വരും ദിവസങ്ങളിൽ കേരളം കേന്ദ്രത്തോട് സമരം ചെയ്യണോ ശ്രീ പത്മനാഭൻ, ഈ ചൂരൽമല മുണ്ടക്കൈയിലെ ദുരന്തബാധിതർക്ക് പ്രത്യേകമായിട്ടുള്ള പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള 2002 കോടി എന്ന മെമ്മോറാണ്ടത്തിന്റെ ഭാഗമായുള്ള ധനം ലഭിക്കാൻ? അല്ല, ഇറസ്പോൺസിബിൾ ആണ് UDFിൻ്റെ പ്രവൃത്തി എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത്. Kerala High Court has strongly reprimanded both the ruling Left Democratic Front and the opposition United Democratic Front for organizing a lightning hartal in Wayanad district on November 19, 2024, which it deemed irresponsible and anti-people. ജനവിരുദ്ധമായ ഹർത്താൽ, നിരുത്തരവാദപരമായ സമര പരിപാടികൾ നടത്തുകയാണ്. ഇതൊരു കാര്യമില്ല, ഇതിനൊരു ആവശ്യമില്ല. കേരള സർക്കാർ PNDA റിപ്പോർട്ട് കൊടുത്തത് നവംബർ 13 ചേലക്കര ഇലക്ഷൻ ദിവസമാണ്. കേരള ഗവൺമെൻറ്റിന് 2 തവണയായി 145.6 കോടി രൂപ വീതം കൊടുത്തു. അത് പോരാഞ്ഞിട്ട് കേരള സർക്കാരിൻ്റെ കൈവശം 394 കോടി രൂപ 0.99 കോടി രൂപ നേരത്തെ കൊടുത്തത്, ഈ ദുരന്ത നിവാരണങ്ങൾക്കായി കൊടുത്തത്, SDRF ഫണ്ടിലേക്ക് കൊടുത്തത് സംസ്ഥാന സർക്കാരിൻ്റെ കൈവശമുണ്ട്. മൊത്തം 686.19 കോടി രൂപയുണ്ട്. പിന്നെ പൊതുജനങ്ങളിൽ നിന്നും സംഭാവന കിട്ടിയ പൈസയുണ്ട്. NDA ഭരിക്കുന്ന സർക്കാരുകൾ 60 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി PNDA റിപ്പോർട്ട് പോയിട്ടുണ്ട്, അത് നവംബർ 13 പോയത്. അപ്പോൾ കേരള ഹൈക്കോടതിയിൽ 153 കോടി രൂപ കൊടുക്കാൻ വേണ്ട ആൾക്കാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PNDA റിപ്പോർട്ട് പോയി, ഇനി അതിൻ്റെ കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ പുനരധിവാസം പകുതിയായി, കേന്ദ്ര പൈസ തരാഞ്ഞിട്ടാണ് അത് മുഴുമിക്കാത്തതെന്നുള്ള കേസുണ്ടോ? ഉണ്ടോ? ഞങ്ങളത് വീടൊക്കെ പകുതി പണിതു, ഇനി മുഴുവൻ പണിയണമെങ്കിൽ കേന്ദ്രം പൈസ തരണം, അങ്ങനെ ഒരു കേസില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ അനാവശ്യമായ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കുകയാണ്. ചില ആളുകളുടെ ധാരണ ഇതൊക്കെ ഇങ്ങനെ ഓരോ വിവാദം ഉണ്ടാക്കിയാൽ BJP അങ്ങ് ശരിയാക്കാമെന്നാണ്. അത് നടക്കാത്ത കാര്യമാണ്. ഞങ്ങൾക്കായിട്ട് പേടിയൊന്നുമില്ല. കേന്ദ്ര സർക്കാർ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യും. അതിൻ്റെതായ രീതിയിൽ സംസ്ഥാന സർക്കാർ കണക്ക് കൊടുക്കുന്നത് അന്ന് പറഞ്ഞ കണക്കുണ്ടല്ലോ. കേരളത്തിന് കിട്ടിയ 664 കോടി, അതിൽ കേരളത്തിൻ്റെ കയ്യിലുള്ള 145 കോടി രൂപ കേരളത്തിന് കൊടുത്തു. ഇത് മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് കൂടി ഞാനൊന്ന് വായിക്കട്ടെ. മഹാരാഷ്ട്രയ്ക്ക് 1492 കോടി, ആന്ധ്രയ്ക്ക് 716 കോടി, ബീഹാറിന് 655 കോടി, ഗുജറാത്തിന് 600 കോടി. ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ആ സംസ്ഥാനത്തിൻ്റെ പൊതുവായിട്ടുള്ള ദുരന്ത നിവാരണത്തിന് വേണ്ടി സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക് കൊടുക്കുന്ന പണമല്ലേ സാർ? അത് ചൂരൽമല മുണ്ടക്കൈക്ക് വേണ്ടി മാത്രം എടുത്ത് ചിലവാക്കാൻ കഴിയൂ? ആ ഫണ്ടിൽ നിന്നും പകുതി തുക എടുത്ത് വയനാടിന് ചെലവഴിച്ചോളാൻ സമ്മതം കൊടുത്തിട്ടുണ്ട്. പുനരധിവാസത്തിനോ? ഓരോ സംസ്ഥാനത്തിനും ആ സംസ്ഥാനത്തിന്റെ വലിപ്പത്തിനും പിന്നല്ലാണ്ട് പുനരധിവാസത്തിന് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ? അതിൽ നിന്നും പകുതി പൈസ കൊടുത്തോളാൻ, എടുത്ത് ചെലവാക്കിക്കോളാൻ കേന്ദ്രം അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇല്ല എന്ന് പറയട്ടെ അവര്? ശരി അരുൺ, ഇല്ല എന്ന് പറയട്ടെ. പാതിയിലധികം പൈസ Debate with Dr. Arun Kumar.